തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് വൺ യൂണിഫോംലി വേരിയിങ് ലോഡിൻ്റെ കേസാണ് നമ്മളിനി പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡും പോയിൻ്റ് ലോഡും പഠിച്ചു. ഇനി യൂണിഫോംലി വേരിയിങ് ലോഡ് പഠിക്കാം. അതിൻ്റെ ഒരു പ്രോബ്ലത്തോടു കൂടി നമുക്ക് തുടങ്ങാം. സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് ലെങ്ത് 6 meter ഈസ് സബ്ജക്റ്റഡ് ടു എ പോയിൻ്റ് ലോഡ് ഓഫ് 20 kN at distance 2 meter from left. It also subjected to a uniformly varying load of 20 kN per meter at 2 meter from the left. At 4 meter from the left, there is another 20 kN per meter. Draw the shear force diagram and bending moment diagram. So ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു യൂണിഫോംലി വേരിയിങ് ലോഡാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പോയിൻ്റ് ലോഡുകൾ എ ഡി എന്ന് പറയുന്ന 2 പോയിന്റുകളുണ്ട്. ഒപ്പം ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 meter ആണ്. അതിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നും 2 meter മാറിയിട്ട് 20 kN ആക്ട് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിന് നമുക്ക് ബി എന്ന് പേരിടാം. അടുത്ത ഒരു നെക്സ്റ്റ് റൈറ്റ് സൈഡിൽ നിന്നും 20 kN മാറിയിട്ട് 2 meter മാറിയിട്ട് 20 kN per meterലൊരു യൂണിഫോംലി വേരിയിങ് ആയിട്ടുള്ള ലോഡുണ്ട്. ആ യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറയുന്നത് ടോട്ടൽ 2 meterലാണ് വരുന്നത്. അപ്പോൾ 2 + 2 ടോട്ടൽ 6 meter ആണ് നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് പോയിൻ്റ് ലോഡൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്, ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം. ബട്ട് നമ്മളെന്താണ് ക്യാൻറ്റിലിവറിൻ്റെ കേസിൽ യൂണിഫോംലി വേരിയിങ് ലോഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സോ യൂണിഫോംലി വേരിയിങ് ലോഡിൻ്റെ കാര്യം ഒന്നും കൂടെ പറയാം. ഈ യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മളൊരു പോയിൻ്റ് ലോഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കണം, അതിൻ്റെ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിരിക്കും അവിടുത്തെ ലോഡെന്ന് പറയുന്നത്. ലോഡ് ഈസ് ഈക്വൽ ടു ട്രയാങ്കിളിൻ്റെ ഏരിയ ആയിരിക്കും. ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ട്രയാങ്കിളിൻ്റെ ഏരിയ. സോ ഇവിടുത്തെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 2 meter ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈറ്റ്, ആ ഹൈറ്റ് എത്രയാണ്, 20 ആണ്. നമ്മുടെ ഈ W = 20 എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് കാണിക്കുന്ന ഈ ഹൈറ്റ് ആണ് W എന്ന് പറയുന്നത്, H. ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു 20 × 2 ആയിരിക്കും ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ട്രയാങ്കിൾ നമുക്കിപ്പോൾ അറിയാം. ഓൾറെഡി ഇപ്പോൾ നമ്മൾ എന്താണ്, ഇതിപ്പം എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് എങ്കിൽ എങ്ങനെയാണ്, ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ വരച്ചു. അപ്പം എക്സ് ഡിസ്റ്റൻസ് മാറി, ദാറ്റ് മീൻസ് ഇങ്ങനെ ഇത്രയുള്ള ട്രയാങ്കിൾ എന്ന് വിചാരിക്കുക. സോ ഈ ബേസ് എക്സ് ആണ് എങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഹൈറ്റ് അപ്പം W ആയിരിക്കത്തില്ല. ബേസ് L ആണെങ്കിൽ WX/L എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. WX/L എന്ന് പറയുന്നതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് ഈസ് ഈക്വൽ ടു WX/L ആണ് ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഈ ഫുൾ ലെങ്ത് എടുക്കുന്ന കേസിൽ എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, L ആയിട്ട് മാറും. സോ L ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുള്ള L രണ്ടും കട്ടായി പോയി കഴിഞ്ഞാൽ ഇവിടെ W മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹൈറ്റിനെ W എന്ന് എടുത്തിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ ക്യാൻറ്റിലിവർ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു. സോ ഡൗട്ടുള്ളവർ യൂണിഫോംലി വേരിയിങ് ലോഡ് ക്യാൻറ്റിലിവറിൻ്റെ കാര്യങ്ങൾ ഒന്നും കൂടി എടുക്കുക. അപ്പോൾ ലോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, W ആയിരിക്കത്തില്ല ലോഡ്. ഒരു പോയിൻ്റ് ലോഡിലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പം യൂണിഫോംലി വേരിയിങ് ലോഡ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണെങ്കിൽ എന്തായിരിക്കും, WX ആയിട്ട് എടുക്കും. എവിടെയാണ് ആക്ട് ചെയ്യുന്നത്, X/2 നമ്മുടെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിഫോംലി വേരിയിങ് ലോഡാണ്. സോ യൂണിഫോംലി വേരിയിങ് ലോഡ് ആക്ട് ചെയ്യുന്നത് അതിൻ്റെ ലോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഏരിയ ആയിരിക്കും ലോഡ് എന്ന് പറയുന്നത്. സോ ലോഡ് എന്ന് പറയുന്ന ഏരിയ എന്തായിരിക്കും, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും ഏരിയ. സോ ലോഡ് ഏരിയ അതായിരിക്കും ലോഡ് എന്ന് പറയുന്നത്. അത് ആക്ട് ചെയ്യുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എവിടെയാണ്, ഒരു 1/3 ഡിസ്റ്റൻസ് ഫ്രം ദിസ് എൻഡ് അല്ലെങ്കിൽ 2/3 ഡിസ്റ്റൻസ് ഫ്രം ദിസ് എൻഡ്. ഓക്കെ, ലെഫ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വേണമെങ്കിൽ എന്താവും, ഇതിങ്ങനെ തിരിച്ചും വരാം. അപ്പോൾ ലെഫ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ പോയിൻ്റഡ് ആയിട്ട് വരുന്ന ഈ ഒരു എൻഡിൽ നിന്നും, ഈ പോയിൻ്റഡ് ആയിട്ടുള്ള എൻഡിൽ നിന്നും 2/3 ഡിസ്റ്റൻസ് മാറിയിട്ട്, അല്ലെങ്കിൽ ഈ ഓപ്പൺ എൻഡിൽ നിന്നും 1/3 ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും ഈ ലോഡ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടീഷൻസ് നിങ്ങൾ ഒന്നും കൂടി ഓർത്ത് വെക്കുക. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് ഡയറക്റ്റ് കിടക്കാം. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മുടെ ഇങ്ങനത്തെ വരുന്ന പ്രോബ്ലംസിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യമേ എന്തായിരിക്കും, ഈ റിയാക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ് നമുക്ക്
മാറ്റി എഴുതാം. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ ആ കാര്യം തന്നെ ഒന്നും കൂടെ ഈ ഫിഗറിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പോയിൻ്റ് ലോഡിലായിട്ട് മാറ്റി എഴുതുന്നു. ആൻഡ് ദാറ്റ് മീൻസ് ഈ ഡബ്ല്യു എന്ന് പറയുന്ന യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ലോഡ് എന്ത് ചെയ്യുന്നു, ഒരു പോയിൻ്റ് ലോഡ് WC എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുന്നു. അത് ആക്ട് ചെയ്യുന്നത് ഈ ഫ്രീ എൻഡിൽ ഈ പോയിൻ്റഡ് എൻഡിൽ നിന്നും 2/3 ഡിസ്റ്റൻസ് ഓഫ്, ഇത് ടോട്ടൽ 2 ആണ്, 2ൻ്റെ 2/3 ഡിസ്റ്റൻസും കൂടെ മാറിയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നതെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആറുടെയും ആറേയും കണ്ടുപിടിക്കാൻ വേണ്ടി അപ്വേർഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ്. അപ്വേർഡ് ഫോഴ്സ് ഏതൊക്കെയാണ്, RA ആൻഡ് RD. RA പ്ലസ് RD ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സസ് WBയും WCയും ഈസ് ഈക്വൽ ടു WB പ്ലസ് WC. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് WC എന്താണെന്നുള്ളത് ആദ്യമേ ഒന്ന് കണ്ടുപിടിക്കണം. WC എന്താ നമ്മൾ ആദ്യമേ പറഞ്ഞു, എന്തായിരിക്കും, ഏരിയ ഓഫ് ട്രയാങ്കിൾ ആയിരിക്കും WC എന്ന് പറഞ്ഞാൽ. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പം ബേസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 2 മീറ്ററാണ് ബേസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റിൻ്റെ അകത്തെ ബേസ് എന്ന് പറയുന്നത് 2 മീറ്ററാണ്. ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഹൈറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് H ഈസ് ഈക്വൽ ടു, ആക്ച്വലി ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്, W ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ L ആണ് ഹൈറ്റിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അതിപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിലെ ഹൈറ്റ് എത്രയാണെന്ന് വെച്ചാൽ അത് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണെന്ന് നോക്കണം. W ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ L. ഇനി എക്സ് കുറച്ചും കൂടി ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ അവിടുത്തെ കണ്ടുപിടിക്കാനായിട്ട് എന്താണ്, W ഇൻറ്റു എക്സ് ബൈ L. എക്സ് വേരി ചെയ്തുകൊണ്ടിരിക്കും, അതിനനുസരിച്ച് ഹൈറ്റ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ W ഇൻറ്റു എക്സ് ബൈ L എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ W ഇൻറ്റു എക്സ് ബൈ L ആണ് ഹൈറ്റ്. സോ നമുക്കെന്താണ് ടോട്ടൽ ഹൈറ്റ്, എന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കിളിൻ്റെ ഈ ഒരു ഹൈറ്റാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഹൈറ്റ് എന്ന് പറയുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു L ആയിരിക്കും അവിടെ വരുമ്പം. അപ്പോൾ എന്താണ്, H എന്ന് പറയുന്നത് ഈ എക്സും എല്ലും കൂടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കട്ടായി പോയിട്ട് H ഈസ് ഈക്വൽ ടു W തന്നെ ആയിരിക്കും. ആ H എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ബേസ് 2, ഹൈറ്റ് W തന്നെ. സോ ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു W, ഈ ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും 2 കട്ടായി പോവും. സോ WC അപ്പോൾ എന്തായിരിക്കും, ഈ W തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ WC ഈസ് ഈക്വൽ ടു W എന്ന് നമുക്ക് കിട്ടി. WC ഈസ് ഈക്വൽ ടു W, അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. W എത്രയാണ്, 20 ആണെന്ന് ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് W 20 ആണ്. അപ്പോൾ W ഈസ് ഈക്വൽ ടു 20. WC ഇപ്പം എന്ത് കിട്ടും, 20 കിട്ടും. WB എന്ന് പറയുന്നതും ഓൾറെഡി ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട്, 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ WBയും WCയും 20 തന്നെയാണ്. അപ്പോൾ RA പ്ലസ് RD ഈസ് ഈക്വൽ ടു WB പ്ലസ് WC. സോ RA പ്ലസ് RD ഈസ് ഈക്വൽ ടു 20 പ്ലസ് 20 ഓർ ഈസ് ഈക്വൽ ടു 40. ഇനി ഒരു കാര്യം കൂടെ പറയാം, ഇവിടെ 20 തന്നത് കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ 20 പ്ലസ് ഈ തന്നിരിക്കുന്ന 20 അതേപോലെ, ഇതിപ്പോൾ 20ക്ക് പകരം 30 ആയിരുന്നുവെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് 20 പ്ലസ് 30 എന്ന് എഴുതി വെക്കരുത്. ഈ പറഞ്ഞ പോലെ WC എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് തന്നെ വേണം നിങ്ങൾ എഴുതാൻ. ഇവിടെ ഇപ്പോൾ ഒരു കോയിൻസിഡൻസ് ഉണ്ടായിന്നേ ഉള്ളൂ, ഈ തന്നിരിക്കുന്നത് തന്നെ വന്നു എന്നേ ഉള്ളൂ ആൻസർ. എപ്പോഴും അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. സോ എന്ത് ചെയ്യുക, കാരണം ഇവിടെ ഒരു 2 ഉള്ളത് കൊണ്ടാണ്, ഹാഫ് ഇൻറ്റു 2 എന്ന് പറയുന്നത് ഇത് രണ്ടും കട്ടായി പോയത് കൊണ്ട് മാത്രം ഇത് 20 വന്നതാണ്. ഇതിപ്പം 2ന് പകരം 3 ആയിരുന്നതെങ്കിൽ ആൻസർ 20 ആയിട്ട് മാറത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഡയറക്റ്റ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് വെക്കരുത്. WC കണ്ടുപിടിച്ചതിന് ശേഷം WC പ്ലസ് WB മാത്രമേ ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, RA പ്ലസ് RD ഈസ് ഈക്വൽ ടു 40 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം, മൊമെൻ്റ് അബൌട്ട് ദിസ് പോയിൻ്റ് എന്ത് ചെയ്യുക, ഈക്വൽ ടു 0 എന്ന് എടുക്കണം. സോ മൊമെൻ്റ് അബൌട്ട് A ഈസ് ഈക്വൽ ടു 0. സോ മൊമെൻ്റ് അബൌട്ട് A 0 എന്ന് പറഞ്ഞാൽ ഓരോ ഫോഴ്സുകൾ, RDയിൽ നിന്ന് Aയിലേക്കുള്ള ഡിസ്റ്റൻസ്, WCയിൽ നിന്ന് Aയിലേക്കുള്ള ഡിസ്റ്റൻസ്, WBയിൽ നിന്ന് Aയിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ RDയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, ടോട്ടൽ 6 മീറ്റർ. സോ RD ഇൻറ്റു 6 എങ്ങനെയാണ് പോകുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും. സോ RD ഇൻറ്റു 6 മൈനസ് അടുത്ത WBയിൽ നിന്നും RAയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 2. ഇത് പോകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ്. സോ WB ഇൻറ്റു 2 മൈനസ് നെക്സ്റ്റ് വൺ WCയിൽ നിന്നും അതും എങ്ങനെയാണ് പോകുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ്. സോ നെഗറ്റീവ്. WC ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്, ഡിസ്റ്റൻസ് നമുക്ക് നോക്കിയാൽ കാണാം. WCയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, നമ്മുടെ Aയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 2 പ്ലസ് ഇതെത്രയാണ്, ഇത് ടോട്ടൽ 2 ആണ്. ഇവിടുന്ന് ഇവിടെ വരെ 2 ആണ്. നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് വേണ്ടത്, ഇത്ര ഡിസ്റ്റൻസ് മതി. എന്ന് പറഞ്ഞാൽ ഫ്രീ എൻഡിൽ നിന്നും 2ൻ്റെ 2/3 ഓഫ് 2 കൂടെ മാറിയിട്ടാണ് WC ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒന്നും കൂടെ ക്ലിയർ ആക്കാം. ഈ WC ആക്ട് ചെയ്യുന്നത് എവിടെയാണ്,
2/3 ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ട്രയാങ്കിൾ ഇങ്ങനെയാണല്ലോ, ആ ട്രയാങ്കിളിൻ്റെ ബേസ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. സോ നമ്മുടെ WC ആക്ട് ചെയ്യുന്നത് ട്രയാങ്കിളിൻ്റെ ഈ പോയിൻറ്റഡ് ആയിട്ടുള്ള എൻഡിൽ നിന്നും 2/3 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് അതെന്ത് ചെയ്യുക WC ആക്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം, 2/3 ഓഫ് 2 പ്ലസ് 2, ടോട്ടൽ ഇത്രയുമാണല്ലോ വേണ്ടത്. അപ്പോൾ 2/3 ഓഫ് 2 പ്ലസ് 2 കൂടെ ആക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ WC ഇൻറ്റു 2 പ്ലസ് 2/3 ഓഫ് 2. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ഫോഴ്സസ് കിട്ടി. അപ്പം 3 എടുത്തു എന്ത് ചെയ്തു, RDയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് 6, സോ RD ഇൻറ്റു 6. WBയിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് 2, സോ WB ഇൻറ്റു 2. ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് നെഗറ്റീവ് കൊടുത്തു. അടുത്ത WCയും ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് അവിടെ നെഗറ്റീവ് കൊടുത്തു. WC ഇൻറ്റു ഡിസ്റ്റൻസ് ഏതൊക്കെയാണ്, 2 പ്ലസ് 2/3 ഓഫ് 2 ഇൻറ്റു 2 പ്ലസ് 2/3 ഓഫ് 2 ഈസ് ഈക്വൽ ടു 0. ഇത് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇവിടെയും ഈക്വൽ ടു 0 കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടി, നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇതിൻ്റെ അകത്ത് നെഗറ്റീവ്സ് RD ഇൻറ്റു 6 മാത്രം ഒരു സൈഡിലിടുക, ബാക്കിയെല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, RD ഈസ് ഈക്വൽ ടു 17.78 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്ത് RD മാത്രം ഒരു സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് RD 17.78 എന്ന് കിട്ടും. RD 17.78 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ അകത്തുനിന്ന് RA കിട്ടും. 40 മൈനസ് 17.78 ചെയ്ത് കഴിഞ്ഞാൽ 22.22 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, റിയാക്ഷൻസ് കിട്ടി. RAയിലുള്ള റിയാക്ഷൻ കിട്ടി, RDയിലുള്ള റിയാക്ഷനും കിട്ടി. RA എന്ന് പറഞ്ഞാൽ 22.22, RD എന്ന് പറഞ്ഞാൽ 17.78. ഇപ്പോൾ നമുക്ക് 4 ഫോഴ്സസും കിട്ടി. ഇവിടുത്തെ 4 എണ്ണത്തിൻ്റെ വാല്യൂ കിട്ടി. RA കിട്ടി, WB കിട്ടി, WC കിട്ടി, RD കിട്ടി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യമേ ഒരു എൻഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ എൻഡിൽ എന്ത് ചെയ്യുക, കൺസിഡർ ഒരു നോർമൽ ലൈൻ XX ലൈൻ വരയ്ക്കുന്നു. അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് X ഫ്രം എയിൽ നിന്നും X ഡിസ്റ്റൻസ് മാറിയിട്ട് നമ്മളൊരു നോർമൽ ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, എയിൽ നിന്നും X ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു നോർമൽ ലൈൻ വരയ്ക്കുന്നു. ഇനി ആ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നോക്കുക. ലെഫ്റ്റ് സൈഡിലാണ് ഫോഴ്സസ് കുറവുള്ളത്. RA എന്ന് പറയുന്ന ഒരു ഫോഴ്സ് മാത്രമേ ലെഫ്റ്റ് സൈഡിലുള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുന്നു ഷിയർ ഫോഴ്സ് FX ഈസ് ഈക്വൽ ടു RA എന്ന് എടുത്തു. RA എടുക്കാൻ കാരണം, പോസിറ്റീവ് എടുക്കാൻ കാരണം, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അപ്വേഡ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ലെഫ്റ്റ് സൈഡിൽ അപ്വേഡ് പോസിറ്റീവ്. സോ ഷിയർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവ് ഓഫ് RA. ഇനി എന്ത് ചെയ്യുക, ആ ലൈനിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉള്ള ഫോഴ്സസ് നമുക്ക് കണ്ടുപിടിക്കുക. എന്ന് പറഞ്ഞാൽ FX കിട്ടിക്കഴിഞ്ഞു. FX എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ലൈനിൻ്റെ ഷിയർ ഫോഴ്സാണ് FX. അതിൻ്റെ റൈറ്റ് സൈഡിലെ ഷിയർ ഫോഴ്സ് FB, ലെഫ്റ്റ് സൈഡിലെ ഷിയർ ഫോഴ്സ് FA. റൈറ്റ് സൈഡിലെ ഷിയർ ഫോഴ്സ് കിട്ടണമെങ്കിൽ എന്തായിരിക്കും, ഇവിടെ നോക്കിയാൽ മതി, RA എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തായിരിക്കും, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സെയിം തന്നെ ആയിരിക്കും. FX ഈസ് ഈക്വൽ ടു RA. അപ്പോൾ FAയും RA തന്നെ ആയിരിക്കും, FBയും RA തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് FA ഈസ് ഈക്വൽ ടു FB ഈസ് ഈക്വൽ ടു RA. RAയുടെ വാല്യൂ എത്രയാണ്, 22.22. അതുകൊണ്ട് എന്ത് ചെയ്തു, FA ഈസ് ഈക്വൽ ടു FB ഈസ് ഈക്വൽ ടു 22.22 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സ് കിട്ടി. എവിടുത്തെ ഷിയർ ഫോഴ്സ് കിട്ടി, ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ അവിടുത്തെ ഷിയർ ഫോഴ്സ് കിട്ടി. FX ഈസ് ഈക്വൽ ടു RA. അതിൻ്റെ റൈറ്റ് സൈഡിലത്തെ ഷിയർ ഫോഴ്സും കിട്ടി, ലെഫ്റ്റ് സൈഡിലത്തെ ഷിയർ ഫോഴ്സും കിട്ടി. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ നിങ്ങൾ ഓർത്ത് വെക്കണം. FX ഈസ് ഈക്വൽ ടു RA. അപ്പോൾ നമുക്കൊരു ഷിയർ ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബെൻഡിങ് മൊമെൻറ്റും പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് പോകാം. ഇവിടുന്ന് ഷിയർ ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് അങ്ങ് എടുത്താൽ മതി. RA എത്രയാണ് ഡിസ്റ്റൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഇത്രയും ഡിസ്റ്റൻസ് X ആണ് ഡിസ്റ്റൻസ്. എന്ന് പറഞ്ഞാൽ RA ഇൻറ്റു X ആയിരിക്കും നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ്. ആദ്യത്തെ ബെൻഡിങ് മൊമെൻറ്റ് RA ഇൻറ്റു X. എവിടുത്തെ ബെൻഡിങ് മൊമെൻ്റാണ്, A മുതൽ B വരെയുള്ളതിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ഒന്നും ഇങ്ങോട്ട് തിരിക്കുകയാണ്. സോ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും, സോ ബെൻഡിങ് മൊമെൻറ്റ് എടുക്കുന്ന സമയത്ത് ഒന്നാമത്തെ ബിറ്റ്വീൻ A ആൻഡ് B ഇതേപോലെ ലൈനൊക്കെ വരച്ച് നമ്മൾ ചെയ്യണം. അവിടുത്തെ ഫോഴ്സ് എന്താണ്, RA ആണ്. സോ RA ഇൻറ്റു X അങ്ങ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് അവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് കിട്ടും. ഓക്കെ, തൽക്കാലം ഞാൻ അതിലേക്ക് പോകുന്നില്ല, പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒന്നാമത്തേതിൻ്റെ ഷിയർ ഫോഴ്സ് കിട്ടി, RA എന്ന് പറയുന്ന ഷിയർ ഫോഴ്സ് കിട്ടി. അതിൻ്റെ റൈറ്റ് ലെഫ്റ്റ് സെയിം ആയതുകൊണ്ട് 22.22 കിട്ടി.
ഇനി രണ്ടാമത്തെ എവിടെയാണ് നമ്മൾ ലൈൻ വരയ്ക്കേണ്ടത്? ബി സി, ഇവിടെയാണ് നമ്മൾ ലൈൻ വരയ്ക്കേണ്ടത്. ഓക്കെ, ബി സി എടുക്കുന്ന സമയത്ത് ബി സിയുടെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമ്മൾ നോക്കുക. റൈറ്റിനും ലെഫ്റ്റിലും ഒക്കെ സെയിം ആയിട്ട് തന്നെ കാര്യം വരുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ലെഫ്റ്റിലേക്ക് നമ്മൾ ഒന്നും കൂടി ഒരു സൈഡ് മുതൽ നമ്മൾ സോൾവ് ചെയ്ത് വരുന്നേ ഉള്ളൂ. സോ എഫ് എക്സ് ഷിയർ ഫോഴ്സ് എടുക്കുന്നു. എന്താണ്? ഇതാണ് നമ്മുടെ എക്സ് എക്സ് ലൈൻ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഡിസ്റ്റൻസ് ഫ്രം എയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത് എയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സുകൾ ഏതൊക്കെയാണ്? ലെഫ്റ്റ് സൈഡിലുള്ള ഷിയർ ഫോഴ്സുകൾ ഏതൊക്കെയാണ്? ഫോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആർ എ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട് അപ്വേഡിലേക്ക്. ഒപ്പം ഡബ്ല്യു ബി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട് എങ്ങോട്ടാണ്? ഡൗൺവേഡ് ഡയറക്ഷനിൽ. അതുകൂടാതെ ഡബ്ല്യു സി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബ്ല്യു സി എന്ന് പറഞ്ഞാൽ മൊത്തം ട്രയാങ്കിളിനെയാണ്. പക്ഷേ നമ്മൾ എടുത്തിട്ടുള്ള ലൈൻ എത്രയാണ്? ഈ എക്സ് എക്സ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഇത്രയും യൂണിഫോംലി വേരിയിങ് ആയിട്ടുള്ള ലോഡ്, ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത ഇത്രയും ഭാഗത്തെ ലോഡും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട് ഡൗൺവേഡ്. അപ്പോൾ ഇവിടെ 3 എണ്ണമാണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് ആർ എ അപ്വേഡ്, ഡബ്ല്യു ബി ഡൗൺവേഡ്, ഒപ്പം ഈ ട്രയാങ്കിളിൻ്റെ ഇത്രയും ഭാഗത്തെ ഫോഴ്സ് ഡൗൺവേഡ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ആർ എ മൈനസ് ഡബ്ല്യു ബി മൈനസ് ഡബ്ല്യു സി. ആർ എ അപ്വേഡ്, ലെഫ്റ്റ് സൈഡിൽ ഡൗൺവേഡ് വരുന്ന രണ്ടെണ്ണം നെഗറ്റീവ്, ഡബ്ല്യു ബി മൈനസ് ഡബ്ല്യു സി. അപ്പോൾ നമുക്ക് ആർ എ മൈനസ് ഡബ്ല്യു ബി മൈനസ് ഡബ്ല്യു സി എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു ഇത്രയും ട്രയാങ്കിളിൻ്റെ ഇതല്ലേ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആർ ഐ നമുക്ക് മാറ്റമില്ല, ഡബ്ല്യു ബിയിലും മാറ്റമില്ല. നമുക്ക് ആ ട്രയാങ്കിളിൻ്റെ കാര്യത്തിലേ ഉള്ളൂ. ഇത്രയും ആയിരുന്നു ട്രയാങ്കിളെങ്കിൽ അതെന്തായിട്ട് മാറി? നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു ചെറിയ പോർഷൻ മാത്രമായിട്ട് മാറി. അപ്പോൾ നമുക്ക് ആ ചെറിയ പോർഷൻ്റെ ഏരിയ മാത്രം ഒന്ന് കണ്ടുപിടിക്കണം. സോ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പം നമ്മുടെ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? ടോട്ടൽ ഡിസ്റ്റൻസ് എക്സ്. അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ടോട്ടൽ എക്സിൽ നിന്നും 2 പോകുന്നു. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് എക്സിൽ നിന്നും 2 പോകുന്നു. ഇത് ടോട്ടൽ എക്സിൽ നിന്നും ഈ എക്സിൽ നിന്നും ഈ 2 പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? ഇത്രയും ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ ആ ഡിസ്റ്റൻസ് ആണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അതിനെയാണ് ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? എക്സ് മൈനസ് 2. ഓക്കെ, ഒന്നും കൂടെ പറയാം. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെ വരെ നമ്മൾ എടുക്കുന്നത് എക്സ് ഡിസ്റ്റൻസ് ആണ്. എക്സ് ഡിസ്റ്റൻസ് ഇതിൻ്റെ അകത്ത് 2 എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് ഇവിടെയുണ്ട്. അപ്പോൾ ഈ എക്സിൽ നിന്നും 2 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഈ ബേസ് ആണ്. അതിനെയാണ് എക്സ് മൈനസ് 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഇനി ഹൈറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്തുവാ? ഡബ്ല്യു ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്നാണ് ഹൈറ്റിൻ്റെ ഇക്വേഷൻ. ഡബ്ല്യു ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എൽ. അതിൻ്റെ അകത്ത് എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ എന്ന് പറഞ്ഞാൽ ബേസ് എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ട്രയാങ്കിളിൻ്റെ ബേസ് ലൈനെയാണ് നമ്മൾ എൽ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ എൽ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 2 തന്നെ ആയിരിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്ന ഇത്രയും ഡിസ്റ്റൻസിനെയാണ് ആ ട്രയാങ്കിളിൻ്റെ നമ്മൾ എടുക്കുന്ന അത്രയും ഡിസ്റ്റൻസിന് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ ഡബ്ല്യു ഇൻറ്റു എക്സ് ബൈ എൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ന്യൂമറേറ്ററിൽ കിടക്കുന്ന എക്സ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ നമ്മൾ എക്സ് എക്സ് ലൈൻ വരച്ച് കഴിഞ്ഞ് പിന്നെ കിട്ടുന്ന ചെറിയ ട്രയാങ്കിളിൻ്റെ ബേസിനെയാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. എൽ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കിടക്കുന്ന ആ വലിയ ട്രയാങ്കിളിൻ്റെ ബേസിനെയാണ് എൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ ട്രയാങ്കിളിൻ്റെ ബേസ് ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാണ്? എക്സ് മൈനസ് 2 ആണ് ബേസ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഈ എക്സ് എന്തായിരിക്കും? എക്സ് മൈനസ് 2 ആയിരിക്കും. എൽ എന്ന് പറഞ്ഞാൽ വലിയ ട്രയാങ്കിളിൻ്റെ ബേസ് എൽ എന്തായിരിക്കും? ഇവിടെ വെറും 2 ആയിരിക്കും. അപ്പം ഡബ്ല്യു ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് എഴുതാം. ഡബ്ല്യു ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അതാണ് അവരിവിടെ എഴുതിയിട്ടുള്ളത്. ഡബ്ല്യു ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ആർ എ മൈനസ് ഡബ്ല്യു ബി മൈനസ് ഡബ്ല്യു സി എന്ന് നമ്മൾ എഴുതി. അതിൻ്റെ അകത്ത് ആർ എയും ഡബ്ല്യു ബി നമുക്ക് വാല്യൂസ് അറിയാം. 22.20 ആണ് വരുന്നത്. ഡബ്ല്യു സി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചുകൊണ്ട് അത് ചെറിയൊരു ട്രയാങ്കിളായിട്ട് മാറി. അപ്പോൾ ഡബ്ല്യു സി എന്ന് പറയുന്നത് എന്തായിരിക്കും? അത്രയും ഭാഗത്തെ ലോഡ്, ആ ട്രയാങ്കിളിൻ്റെ ഏരിയ, ആ ചെറിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ ട്രയാങ്കിൾ. ഹാഫ് ഇൻറ്റു ബേസ് എന്തായിട്ട് മാറും? ടോട്ടൽ ലെങ്ത് എക്സിൽ നിന്നും 2 മാറും. സോ എക്സ് മൈനസ് 2 ആയിട്ട് മാറും ബേസ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡബ്ല്യു ഇൻറ്റു
എക്സ് മൈനസ് ടു ഡിവൈഡ് ഡബ്ല്യു ഇൻറ്റു എക്സ് ബൈ എൽ എന്നാണ്. ആ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പുതിയ ട്രയാങ്കിളുടെ ബേസ്, എൽ എന്ന് പറഞ്ഞാൽ പഴയ ട്രയാങ്കിളുടെ ബേസ്. സോ ഡബ്ല്യു ഇൻറ്റു എക്സ് മൈനസ് ടു ഡിവൈഡഡ് ബൈ 2 എന്ന് മാറും. സോ ഇക്വേഷൻ എന്തായിട്ട് കിട്ടി? ഇങ്ങനെ നമുക്ക് കിട്ടി. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഇതിൻ്റെ അകത്ത് എക്സ് മൈനസ് ടു ഒരു ഹാഫ് 1/2 ഇവിടെ ഒരു 1/2 കിടപ്പുണ്ട്, അത് 1/4 ആകും. ഡബ്ല്യു എടുത്ത് നമ്മൾ എന്ത് പുറത്തിടുക, W/4 ആയിട്ട് മാറും. പിന്നുള്ള എന്താ? എക്സ് മൈനസ് ടു ആണ്. സോ എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ ആയിട്ട് മാറും. അപ്പോൾ എന്ത് കിട്ടി? നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെ Fx ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. RA മൈനസ് WB മൈനസ് W/4 ഇൻറ്റു എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഇതായിരിക്കും എന്ത്? നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ആ ലൈനിൻ്റെ ഫോഴ്സാണ് Fx ഈസ് ഈക്വൽ ടു RA മൈനസ് WB മൈനസ് W/4 ഇൻറ്റു എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ റൈറ്റും ലെഫ്റ്റും നമ്മൾ നോക്കിയാൽ മതി. റൈറ്റും ലെഫ്റ്റും. റൈറ്റിൽ വരുമ്പോൾ എക്സ് എന്തായിരിക്കും? ടോട്ടൽ 2 + 2 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് റൈറ്റിലുള്ള സിയുടെ ഷിയർ ഫോഴ്സ് കിട്ടും. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലെഫ്റ്റിലുള്ള ബിയുടെ ഷിയർ ഫോഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാല്യൂ 2.22 എന്ന് കിട്ടും. FB ഈസ് ഈക്വൽ ടു 2.22. അതേപോലെ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് FC കിട്ടും. സോ FC ഈസ് ഈക്വൽ ടു -17.78 എന്നും കിട്ടി. അപ്പോൾ 2.22 മൈനസ് 17.78 നമുക്ക് കിട്ടി. അപ്പോൾ എന്ത് കിട്ടി? ഷിയർ ഫോഴ്സുകൾ നമുക്ക് 3 പോയിന്റുകളിലെ ഷിയർ ഫോഴ്സുകൾ നമുക്ക് കിട്ടി. ഏതൊക്കെയാണ്? ഷിയർ ഫോഴ്സ് അറ്റ് എ നമുക്ക് കിട്ടി, ഷിയർ ഫോഴ്സ് അറ്റ് ബി കിട്ടി, ഷിയർ ഫോഴ്സ് അറ്റ് സി കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 3 ഷിയർ ഫോഴ്സുകൾ നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പോൾ നമുക്ക് മുമ്പേ ഇവിടെ കിട്ടിയതുപോലെ നമുക്ക് ഇവിടെ കിട്ടിയ റിയാക്ഷൻ ഫോഴ്സ് എത്രയായിരുന്നു? നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു RA ആയിരുന്നു നമ്മുടെ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഒന്നും കൂടെ പറയുകയാണ്. ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അവിടുത്തെ റിയാക്ഷൻ ഫോഴ്സ് Fx ഈസ് ഈക്വൽ ടു RA ആണ്. അടുത്ത് നമ്മൾ ലൈൻ വരയ്ക്കുന്നത് ഇങ്ങനെയൊരു ലൈനാണ് വരയ്ക്കുന്നതെങ്കിൽ, ഓക്കെ, അങ്ങനെ ഒരു ലൈനാണ് വരയ്ക്കുന്നതെങ്കിൽ അവിടുത്തെ റിയാക്ഷൻ ഫോഴ്സ് Fx എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ വീണ്ടും ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രത്തിലേക്ക് പോവാണ്. ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രത്തിൽ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇങ്ങനെ വരുന്ന ലൈനിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം കണ്ടുപിടിച്ച ഷിയർ ഫോഴ്സ് ഇൻറ്റു എക്സ് ആണ്. ഇനി രണ്ടാമത് നമ്മൾ ലൈൻ വരയ്ക്കുന്ന ഇവിടെയാണ്. അപ്പോൾ അവിടുത്തെ ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടുത്തെ ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച ഇക്വേഷൻ. ഏത് ഇക്വേഷനാണ്? നമ്മുടെ ഈ ഇക്വേഷൻ RA മൈനസ് WB മൈനസ് W/4 ഇൻറ്റു എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ഇക്വേഷനാണ്? നമ്മുടെ ബിയുടെയും സിയുടെ ഇടയിൽ ഇങ്ങനെ ഒരു ലൈൻ അറ്റ് ഡിസ്റ്റൻസ് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനിൻ്റെ ഇക്വേഷനാണ്, ലൈനിൻ്റെ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് ഈ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തെ ഓരോ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്താൽ മതി. ഓരോ ഫോഴ്സും ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതുകൊണ്ട് ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ ആ ലൈനിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് കിട്ടും. എന്ന് പറഞ്ഞാൽ RA ഇൻറ്റു എത്ര ഡിസ്റ്റൻസ് മാറിയാണ്, WB ഇൻറ്റു എത്ര ഡിസ്റ്റൻസ് മാറിയാണ്, അതേപോലെ W/4 ഇൻറ്റു എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോഴ്സ് ഇൻറ്റു എത്ര ഡിസ്റ്റൻസ് മാറിയാണ്. ഓക്കെ, ഈക്വേഷൻ നിങ്ങൾ മറക്കാതെ എഴുതുക. RA മൈനസ് WB മൈനസ് W/4 ഇൻറ്റു എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ ആണ് എന്ത്? ബിയുടെയും സിയുടെ ഇടയിലുള്ള ലൈനിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് ഒന്നും കൂടി എടുത്തെഴുതാം. ഏതാണ് ഇക്വേഷൻ? RA ഇൻറ്റു WB ഇൻറ്റു W/4 ഇൻറ്റു എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ എന്നതായിരുന്നു ഇക്വേഷൻ. ഇനി അതിൽ നിന്നും ഓരോന്നും എത്ര ഡിസ്റ്റൻസ് മാറിയാണ് നമ്മുടെ ലൈൻ ഏതാണ്? ഇങ്ങനെയൊരു ലൈനാണ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഫ്രം എയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് മാറിയുള്ള ലൈൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഫോഴ്സ് എടുക്കാം. ഒന്നാമത്തെ ഫോഴ്സ് ഏതാണ്? RA. ഇനി കൊടുത്തിരിക്കുന്ന RA ഇൻറ്റു എത്ര ഡിസ്റ്റൻസ്? എക്സ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, RA ഇൻറ്റു എക്സ്. രണ്ടാമത്തെ ഫോഴ്സ് WB എത്ര ഡിസ്റ്റൻസ് മാറിയാണ്? എവിടെ നിന്നാണ്? ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഡിസ്റ്റൻസ്? ടോട്ടൽ ഡിസ്റ്റൻസ് എക്സിൽ നിന്നും 2 മൈനസ് ചെയ്യുന്നു. അപ്പോൾ എത്ര ആയിരിക്കും? എക്സ് മൈനസ് 2. അപ്പോൾ WB ഇൻറ്റു എക്സ് മൈനസ് 2 ആയിരിക്കും അവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ്. ഇനി മൂന്നാമത്തത് എടുക്കുമ്പോൾ എന്തായിരിക്കും? മൂന്നാമത്തെ എടുക്കുമ്പം നമുക്ക് വേണ്ടത് നമ്മുടെ WC ആക്ട് ചെയ്യുന്നത്. WC എന്ന് പറഞ്ഞാൽ W/4 ഇൻറ്റു എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ ആണ്. ആ ഒരു ട്രയാങ്കിളിൻ്റെ താഴോട്ട് ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്ന ഫോഴ്സും നമ്മൾ പഠിച്ചു. അത് എത്ര ഡിസ്റ്റൻസ് മാറിയാണെന്നും കൂടി നമുക്ക് നോക്കണം. എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് അത് ആക്ച്വലി ആക്ട് ചെയ്യുന്നത്? ഇവിടെ നിന്നും നമ്മുടെ ഈ ഒരു ലൈനിൽ നിന്നും എത്രയാണ്?
1/3 ഡിസ്റ്റൻസ് ലെഫ്റ്റിലേക്ക് മാറിയിട്ടെന്നാണ് പറഞ്ഞത്. ഇങ്ങനെയൊരു ഇതുണ്ട് എങ്കിൽ അതിൻ്റെ 1/3 ഡിസ്റ്റൻസ് മാറി. ഓക്കെ, ഇത്രയും എന്താണ് 1/3 ഡിസ്റ്റൻസ് മാറി. അല്ലെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നാണെങ്കിൽ 2/3, ഓപ്പൺ എൻഡിൽ നിന്നാണെങ്കിൽ 1/3 നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. ഒന്നും കൂടെ പറയാണ്. സോ എന്താണ്, ഇങ്ങനൊരു ട്രയാങ്കിളിൻ്റെ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു എൻഡിൽ നിന്നും 1/3 ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ഇതെത്രയാണ്, ഇത് 2 ആണ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചൊരു കാര്യമുണ്ട്. എത്രയാണ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചത്, ഈ ഇങ്ങനൊരു ലൈനുണ്ട്, ഇത് എക്സ് ആണ് എങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് എന്താണ് x-2 ആണ് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ എക്സിൽ നിന്നും ഈ 2 കുറയ്ക്കുന്ന അത്രയും ഡിസ്റ്റൻസ് ആണ് x/2, x-2. നമ്മുടെ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഏകദേശം ഇങ്ങനെയൊരു പൊസിഷനിലാണ്. ഓക്കെ, ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, x-2ൻ്റെ 1/3. ഓക്കെ, ആ ബേസിൻ്റെ 1/3 ഡിസ്റ്റൻസ് മാറിയാണ്. അതാണ് അവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്ന എവിടെയാണ്, x-2ൻ്റെ 1/3 ഡിസ്റ്റൻസ് മാറിയാണ്. 1/3 ഇൻറ്റു x-2. ഓക്കെ, അപ്പം ബേസ് കണ്ടുപിടിക്കുക, അതിൻ്റെ 1/3 ഡിസ്റ്റൻസ്. ഇതെത്രയാണ്, ടോട്ടൽ എക്സിൽ നിന്നും ഈ 2 മാറിക്കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നത് ഇത്രയും, അതാണ് x-2. അതിൻ്റെ 1/3 ഡിസ്റ്റൻസ് മാറി, 1/3 ഇൻറ്റു x-2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻസും കിട്ടി, ബെൻഡിങ് മൊമെൻറ്റും കിട്ടി. ഓക്കെ, അപ്പോൾ അതും തൽക്കാലം നമ്മളിവിടെ നിർത്തുന്നു. ഇനി നമ്മൾ മൂന്നാമത്തെ ഷിയർ ഫോഴ്സിലേക്ക്, ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചിട്ട് അടുത്ത ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പോകുമ്പോഴത്തേക്ക് വീണ്ടും ആദ്യം മുതൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോ പോയിന്റിലെയും ഷിയർ ഫോഴ്സ് കഴിഞ്ഞിട്ട് നേരെ ബെൻഡിങ് മൊമെൻറ്റിലേക്ക് പോയത്. ഇനി സെക്കൻഡ് ലൈൻ വരച്ചു, അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റിലേക്കും പോയി. നമ്മൾ സോൾവ് ചെയ്തില്ല എന്നേ ഉള്ളൂ, എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുത്തെ ഷിയർ ഫോഴ്സും കൂടെ നമുക്ക് ലൈനും കൂടെ വരയ്ക്കണം. കാരണം നമുക്ക് ഷിയർ ഫോഴ്സ് അറ്റ് എ കിട്ടി, ഷിയർ ഫോഴ്സ് അറ്റ് ബി കിട്ടി, ഷിയർ ഫോഴ്സ് അറ്റ് സിയും കിട്ടി. ഇനി നമുക്ക് സിയുടെയും ഡിയുടെയും ഇടയിൽ എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു ലൈൻ വരയ്ക്കുക. അതേപോലെ ലൈൻ വരച്ച് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലാണ് കുറവ് ഫോഴ്സ്, അതുകൊണ്ട് എന്ത് ചെയ്യുക, റൈറ്റ് സൈഡ് മാത്രം നോക്കുക. റൈറ്റ് സൈഡിൽ അപ്വേർഡ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. സോ ഷിയർ ഫോഴ്സ് Fx എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ലൈൻ്റെ ഷിയർ ഫോഴ്സ് ആണ്. Fx ഈസ് ഇക്വൽ ടു റൈറ്റ് സൈഡ് RD മാത്രമേ ഉള്ളൂ, അപ്വേർഡ് ആയതുകൊണ്ട് നെഗറ്റീവ് RD. സോ RDയുടെ വാല്യൂ 17.78 ആണ്. സോ FD എന്ന് പറഞ്ഞാൽ -17.78 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഷിയർ ഫോഴ്സ് അറ്റ് എ ബി സി ഡി 4 ഷിയർ ഫോഴ്സുകളും കിട്ടി. 4 ഷിയർ ഫോഴ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡയറക്റ്റ് നമ്മുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഇനി നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് ഡി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു, ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഷിയർ ഫോഴ്സ് എന്താണ്, Fx ഈസ് ഇക്വൽ ടു -RD നമുക്കറിയാം. അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് ഫ്രം റൈറ്റ് ആണ്. ഇനി അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. -RD ഇൻറ്റു എക്സ് ആയിരിക്കും എന്ത്, ഈ ഒരു ലൈൻ്റെ ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ നമുക്ക് 4 ഷിയർ ഫോഴ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാം. ഇനി ഈ 4 ഷിയർ ഫോഴ്സുകൾ നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. നിങ്ങൾക്ക് ആദ്യം കിട്ടിയ ഷിയർ ഫോഴ്സുകളുടെ വാല്യൂ മുതൽ നിങ്ങൾ ഓരോ ഷിയർ ഫോഴ്സും ഒന്ന് എടുത്ത് നോക്കുക. FAയിലെ ഷിയർ ഫോഴ്സ് നമുക്ക് കിട്ടി, എത്രയാണ്, 22.22 കിട്ടി. FBയിലെ ഷിയർ ഫോഴ്സും കിട്ടി, 22.22 കിട്ടി. എന്ന് പറഞ്ഞാൽ FAയിൽ നിന്ന് FBയിലേക്ക് എന്താണ്, ഇങ്ങനെയൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരുന്നത്. ഇനി FBയിൽ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു ഷിയർ ഫോഴ്സും കൂടെ FBയിലുണ്ട്. ആ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2.22 ആണ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. FBയിൽ തന്നെ 2.22 കിട്ടുന്നുണ്ട്. FC 17.78 നെഗറ്റീവും കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഷിയർ ഫോഴ്സിൽ നിന്ന് എന്ത് ചെയ്യൂ, FB വീണ്ടും താഴേക്ക് വന്ന് സ്ട്രെയിറ്റ് ആയിട്ട് 22.22 നിന്നും 2.22 എത്തി. അടുത്ത -17 ഇങ്ങനെ ഒരു നെഗറ്റീവ് ലൈനിലേക്ക് പോകും. ഓക്കെ, അപ്പം ഇൻ ബിറ്റ്വീൻ ഇവിടെ നമുക്ക് പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്. ഇൻ ബിറ്റ്വീൻ ബി ആൻഡ് സി എന്ത് സംഭവിക്കും, അത് 0 ആകുന്നുണ്ട്. കാരണം ഇത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ ഇൻ ബിറ്റ്വീൻ ഒരു പോയിന്റിൽ അത് 0 ആകുന്നുണ്ട്. ആ പോയിന്റ് ഏതാണെന്നും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. ആ പോയിന്റിലാണെങ്കിൽ എന്ത്, ഷിയർ ഫോഴ്സ് 0 ആകുന്നത്. ഒപ്പം തന്നെ 0 ആകുന്ന ആ പോയിന്റിലായിരിക്കും ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ആകുന്നത്. ഇൻ ബിറ്റ്വീൻ ബി ആൻഡ് സി ഷിയർ ഫോഴ്സ് ബിക്കം 0 അറ്റ് സം പോയിന്റ്. ആ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തറിയാം, ആ ഇക്വേഷൻ ബിയിലെയും സിയിലെയും ഇക്വേഷൻ, ഇൻ ബിറ്റ്വീൻ ബി ആൻഡ് സി എന്ന് പറഞ്ഞ് നമ്മളൊരു ലൈൻ വരച്ചായിരുന്നല്ലോ. ആ ലൈൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ഒന്നുകൂടെ നോക്കുക. ആ ലൈൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും, RA - WB - W/4 × x-2. അല്ലെങ്കിൽ RAയ്ക്കും WBക്കും നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇക്വേഷൻ എടുത്താലും മതി. എന്ത് ചെയ്യുക, അത് ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 0 ഈസ് ഈക്വൽ ടു RA - RA - WB. RA - WB എന്ന് പറഞ്ഞാൽ 22.22 - 20 എടുക്കുമ്പോൾ 2.22 കിട്ടും. അത് ഡയറക്റ്റ് അവരങ്ങ് എഴുതിയെന്നേ ഉള്ളൂ.
RA മൈനസ് WB മൈനസ് W/4 ഇൻറ്റു എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് എക്സ് മാത്രം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 2.66 കിട്ടും. എന്ന് പറഞ്ഞാൽ 2.66 ഫ്രം ലെഫ്റ്റ് എൻഡ്, അത് എയിൽ നിന്ന് 2.66 മാറിക്കഴിയുമ്പം അവിടെ ആയിരിക്കും ഷിയർ ഫോഴ്സ് 0 ആവുന്നത്, അല്ലെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ആവുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ വരയ്ക്കുന്നത്. ഫസ്റ്റ് എന്ത് കിട്ടി? നമ്മുടെ 22.22 ആയിരുന്നു, എയിൽ ഉള്ള 22.22 ആയിരുന്നു. അത് ബി വരെ കോൺസ്റ്റൻ്റ് ആയിട്ട് 22.22 പോയി. ബിയിൽ 2.22 തന്നെ വീണ്ടും ആവുന്നുണ്ട്. അപ്പോൾ നേരെ താഴേക്ക് 2.22 വരയ്ക്കുക. അത് കഴിഞ്ഞ് എന്ത് കിട്ടി? 17.78 ആണ് സിയിൽ, മൈനസ് 17.78 ആണ്. അത് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കരുത്. കാരണം എന്താണ്? അവിടെ ഒരു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടൊരു ടേം വരുന്നുണ്ട്. ബിയും സിയും കൂടെ എടുക്കുന്ന ഈ ലൈൻ, ബിയുടെയും സിയുടെയും ഇടയിൽ നമ്മൾ വരയ്ക്കുന്ന ലൈനിൽ എന്താണ്? ഇവിടെ ഒരു സ്ക്വയർ വരുന്നുണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും? അത് പരാബോളിക്കായിട്ടേ വരയ്ക്കാൻ പാടുള്ളൂ. സോ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചു. അടുത്ത ഡിയിൽ എന്തായിരിക്കും? മൈനസ് 17.78. ഇത് ബേസ് ലൈനിലേക്ക് കൊണ്ടുവന്നിട്ട് യോജിപ്പിക്കുക, ഷെയ്ഡ് ചെയ്യുക. ഇതായിരിക്കും ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നമ്മൾ ഓൾറെഡി ബെൻഡിങ് മൊമെൻറ്റുകൾ കണ്ടുപിടിച്ചു. എവിടുത്തെ? 2 ബെൻഡിങ് മൊമെൻറ്റുകൾ ഓൾറെഡി നമുക്ക് അറിയാം. ഒന്നാമത്തെ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഈ ലൈനിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ്. ഈ ലൈനിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് എങ്ങനെ കിട്ടുന്നതെന്ന് ആദ്യമേ പറഞ്ഞു. ആ ലൈനിൻ്റെ ഷിയർ ഫോഴ്സ് എത്രയാണ്? 6. ലൈനിൻ്റെ ഷിയർ ഫോഴ്സിൽ നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 6 ഇൻറ്റു എക്സ് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 6 ഇൻറ്റു എക്സ് എടുത്തു. അപ്പോൾ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നോക്കുക. എക്സിന് 0 കൊടുത്താൽ എ കിട്ടും, എക്സിന് 2 കൊടുത്താൽ ബിയും കിട്ടും. എക്സിന് 0 കൊടുത്തപ്പോൾ മൊമെൻ്റ് അറ്റ് എ 0 കിട്ടി. മൊമെൻ്റ് അറ്റ് ബി കിട്ടാനായിട്ട് RA ഇൻറ്റു ബി എന്ന് പറയുന്നത് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 22.22 ഇൻറ്റു 2 ചെയ്യുമ്പോൾ 44.44 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് റൈറ്റ് സൈഡിലത്തും ലെഫ്റ്റ് സൈഡിലത്തെ ബെൻഡിങ് മൊമെൻറ്റ് കിട്ടി. RA എന്ന് പറയുന്നത് MA എന്ന് പറയുന്നത് 0 കിട്ടി. മൊമെൻ്റ് അറ്റ് ബി എന്ന് പറയുന്നത് 44.44 കിട്ടി. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് ഇവിടെ ഒരു ലൈൻ വരച്ചിരുന്നു. ബിയുടെയും സിയുടെ ഇടയിൽ ഒരു ലൈൻ വരച്ചിരുന്നു. അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷനാണ് നമ്മളിവിടെ എടുത്തത്. ആ ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ്റെ അകത്ത് എന്ത് ചെയ്യുക? എക്സിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബി കിട്ടും, എക്സിന് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? സി കിട്ടും അല്ലേ? 4 എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിസ്റ്റൻസ്. എക്സിന് റൈറ്റ് സൈഡിലത്തെ 4 ഡിസ്റ്റൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സി കിട്ടും, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബി കിട്ടും. അപ്പം 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താവും? എക്സ് മൈനസ് 2 0 ആയിപ്പോവും. ഇവിടെ എക്സ് മൈനസ് 2 0 ആയിപ്പോവും. സോ 6 ഇൻറ്റു 2 മാത്രം മതി. ദാറ്റ് മീൻസ് 44.44 തന്നെ ആയിരിക്കും ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് എത്ര കിട്ടി? MB 44.44 തന്നെ, ഇവിടെ MB 44.44 തന്നെ. അടുത്ത സി കിട്ടണമെങ്കിൽ 2ന് പകരം 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇവിടെ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4 മൈനസ് 2 ഇവിടെ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെയും 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 2 എന്നാണ്. അപ്പോൾ 4 മൈനസ് 2 ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം 2 എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ ആൻസർ എത്ര കിട്ടി? MC = 35.326 കിട്ടി. അപ്പോൾ മൊമെൻ്റ് അറ്റ് എ കിട്ടി, മൊമെൻ്റ് അറ്റ് ബി കിട്ടി, മൊമെൻ്റ് അറ്റ് സി കിട്ടി. അപ്പോൾ നമുക്ക് മൊമെൻ്റ് അറ്റ് സിയും ബിയും കിട്ടി. പക്ഷേ നമുക്കറിയാം എന്താണ്? ഇൻ ബിറ്റ്വീൻ ബി ആൻഡ് സി ആയിരിക്കും എന്ത്? മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത്. ഇതിനിടയിൽ ഏതോ ഒരു പോയിന്റിൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വെട്ടും എന്ന് നമ്മൾ പറഞ്ഞു. അതെത്രയാണ്? 2.66 ഡിസ്റ്റൻസ് മാറിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ എക്സിന് 2.66 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റും കിട്ടും. അപ്പോൾ 2.66 നമ്മൾ എന്ത് ചെയ്തു? എക്സ് കിടക്കുന്നിടത്തെല്ലാം 2.66 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻസർ 45.42 ആയിരിക്കും. അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് കിട്ടാനുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഏതാണ്? ഡിയിലെ ബെൻഡിങ് മൊമെൻറ്റ്. ബിയിലെ ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനിൻ്റെ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ആ ലൈനിൻ്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ RD ആയിരുന്നു. RD ഇൻറ്റു ഡിസ്റ്റൻസ് എത്ര? എക്സ്. RD ഇൻറ്റു എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് കിട്ടും. സോ ഇറ്റ് ഡിസ്റ്റൻസ് ഓഫ് എന്താണ്? ഇവിടുന്ന് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ RDയിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് കിട്ടും. സോ RD ഇൻറ്റു 0 അല്ലെങ്കിൽ MD = 0. എങ്ങനെ 0 വന്നതെന്നും ഡൗട്ട് തോന്നരുത്. കാരണം ഇത്രയും നേരം നമ്മൾ എക്സ് എടുത്തിരുന്നത് ഫ്രം ലെഫ്റ്റ് എൻഡിൽ നിന്നായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെ വരച്ചപ്പോൾ മാത്രം എന്താണ്? നമ്മൾ റൈറ്റ് എൻഡിൽ നിന്നുള്ള എക്സ് ആണ് എടുക്കുന്നത്. കാരണം ലെഫ്റ്റ് എൻഡ് നമ്മൾ നോക്കണ്ട. ലെഫ്റ്റ് എൻഡ് ഫോഴ്സസ് കൂടുതലായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് നോക്കാൻ പോയില്ല. റൈറ്റ് എൻഡ് മാത്രമാണ് കൺസിഡർ ചെയ്തത്. അതുകൊണ്ട് റൈറ്റ് എൻഡിൽ നിന്ന് കിട്ടുന്ന ഫോഴ്സ് ഇൻറ്റു കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം മൊമെൻ്റ് അറ്റ് ഡിയും കിട്ടി. അപ്പോൾ നമുക്ക് ഓരോ മൊമെൻറ്റുകളും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ബേസ് ലൈൻ വരയ്ക്കുക. എയിൽ 0 ആയിരുന്നു, ഡിയിലും 0 ആയിരുന്നു. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി എന്ന് പറഞ്ഞാൽ 44.44 കിട്ടി. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി 35.26 കിട്ടി. ഇനി മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അറ്റ് ഡിസ്റ്റൻസ് ഓഫ് 2.26 മാറിയിട്ടായിരുന്നു. അവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് 45.42 കിട്ടി. ഇതെല്ലാം വരയ്ക്കുമ്പോൾ എന്ത് നോക്കുക? നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈൻ വരുന്നിടത്ത് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ബാക്കിയുള്ളിടത്ത് എന്ത് ചെയ്യുക? ഒന്ന് ചെറുതായിട്ട് കർവ് ചെയ്ത് നിങ്ങൾ വരയ്ക്കുക. ഓക്കെ,
സോ ഇതാണ് നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ്. കുറച്ച് ലെങ്തി പ്രോബ്ലമാണ്, കുറച്ച് ഡൗട്ട്സ് തോന്നുന്ന പ്രോബ്ലമാണ്. സോ എന്താണ്, പക്ഷേ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഇതിൻ്റെ ഇനി വെറൈറ്റി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം.